അമ്മച്ചിയുടെ മീൻചട്ടിയും കുട്ടിത്തേവാങ്ങിൻ്റെ പ്രവചനവും. വീണ്ടും മറ്റൊരു ഞായർ ദിനം കൂടി. വചനവ്യഭിചാരികളായ കള്ളപ്പാച്ചർമാരുടെ തന്തയില്ലായ്മകളെ വണ്ണിക്കുവാൻ അവസരം തന്ന സർവശക്തന് ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ ആരംഭിക്കാം. ചോറ് വെച്ചിട്ടുണ്ട്? ഉണ്ട്. എന്തോ മീൻ കിട്ടി? ഒന്നുമില്ലയോ? പിന്നെ ഒരു ചട്ടി ഇരിക്കുന്നു അവിടെ. ചട്ടി എവിടെ ഇരിക്കുന്നു? ഒരു മിനിറ്റ്. മീൻകറി ചട്ടി ആയിരിക്കുന്നത്. അതിന്റെ മേലൊരു അടപ്പും വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ശൂന്യതയാ. കണ്ടല്ലോ, അടുക്കള വശത്തും മറപ്പുരയുടെ പിന്നാമ്പുറത്തും ഒളിഞ്ഞു നിന്നവന്മാരാണ് ഇന്ന് പ്രവാചകന്മാരായി കിടന്ന് വിലസുന്നത്. അവൻ്റെ ദിവ്യദൃഷ്ടിയിൽ മീൻചട്ടിയും അടിവസ്ത്രം അലക്കിയിട്ടിരിക്കുന്നതും ഒക്കെ മാത്രമേ തെളിഞ്ഞു വരൂ. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഏത് കുട്ടിത്തേവാങ്കിലും പ്രവാചകന്മാരാകാം. അസൂയയും ആർത്തിയും മൂത്ത സ്ത്രീകളുള്ളിടത്തോളം കാലം ഇവന്മാരുടെ കച്ചവടത്തിന് ഇവിടെ യാതൊരു ഇടിവും ഉണ്ടാകില്ല. പണ്ടൊക്കെ ജംബോ സർക്കസിന്റെ ബോർഡുകളും പോസ്റ്ററുകളും ഒട്ടിച്ചിരിക്കുന്നത് പോലെയാണ് എല്ലാ മതിലുകളിലും ഈ കുടുംബം കലക്കി പ്രവാചകന്മാരുടെ പരസ്യ ബോർഡുകൾ വെച്ചിരിക്കുന്നത്. വലിയ ടൈയും സൂട്ടും കോട്ടും ഒക്കെ ഇട്ടുള്ള ഇവന്മാരുടെ ഇരിപ്പ് കണ്ടാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് മൊണ്ണവിശ്വാസികൾക്ക് തോന്നിപ്പോകും. ഇതൊക്കെ കണ്ടാണ് ഈയാമ്പാറ്റകളെ പോലെ പെണ്ണുങ്ങൾ ചെന്നിവന്മാരുടെ പൈശാചിക കൂട്ടായ്മകളിൽ കയറിക്കൊടുക്കുന്നത്. എന്തോ മാരക സാധനം അടിച്ചിട്ട് ഇവന്മാർ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാലും. ഇവിടെ വരൂ, ഇവിടെ വരൂ. ഇവിടെയാണ് വിടുതല, ഇവിടെയാണ് പ്രവചനം, ഇവിടെയാണ് ഹീലിംഗ്, ഇവിടെയാണ് സകലതും. പ്രവചിക്കണോ? ഒരു മിനിറ്റ് പ്രവചിക്കണോ? വേണോ? വേണ്ട? യെസ് ഓർ വേണോ? Please give me a bigger one. 2020 നിങ്ങൾ ആരാധിക്കുന്ന ഓരോ സ്ഥലത്തും ഹെവൻലി വിഷന്റെ ഓരോ സഭകളും കേൾക്കാൻ പോകുന്ന ശബ്ദം ഇതായിരിക്കും: ഇരിക്കാൻ ഇടം പോരാ, നിൽക്കാൻ സ്ഥലം പോരാ, ജനങ്ങളെ നിർത്താൻ സ്റ്റേഡിയം പോരാ, ഈ ഹോള് പോരാ. ഈ വചനം കണ്ടോ? നിന്റെ പുത്രഹീനതയിലെ മക്കൾ നിന്നെ സ്വന്തം വീട്ടിലാണോ താമസിക്കുന്നത്? വാടക വീട്ടിലല്ലേ? പക്ഷെ നിങ്ങളുടെ ബുദ്ധിയിൽ പല കാര്യത്തെ എടുത്തത് കൊണ്ട് ചില സ്റ്റക്കായി പോയി, നിശ്ചലമായി പോയി. ഇതിനെ ബുദ്ധി പൊളിച്ചു കളയുക. സൂപ്പർ നാച്ചുറൽ ആദ്യം വേണ്ടിയത് ഈ ഹോളിനകത്ത് നിന്റെ ബുദ്ധിയെ ഓഫ് ആക്കുക. ഇന്നലെ പ്രാർത്ഥന പായിൽ ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി ദൈവം എന്നിങ്ങനെ തട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സഭയ്ക്കകത്ത് ആരോ ദൈവശബ്ദമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ദൂതാണ്, നീ പറഞ്ഞ ദൂതാണെന്ന് പറയുന്ന ആരോ ഇതിൻ്റെ അകത്തുണ്ട്. ആ പരിപാടി ഇവിടെ വെച്ച് നിർത്തിയേക്കണം. ഇത് ഞാൻ ആളാരാന്നറിഞ്ഞാൽ സഡൻ അതിന് ആക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പഴയ ചേതൊക്കെ അത് ഏത് മോഡലാ? 1998. പൊന്നുമോനെ അതെനിക്ക് താടാ. 1998 വേണ്ടി എടാ. അതുപോലെ ഒരെണ്ണം ഉണ്ട്, നീ എങ്ങനെയെങ്കിലും കൊണ്ട് താടാ. ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഓടിച്ചോളാം. എൻ്റെ ഒരു സ്വപ്നമാടാ അത്. പഴയ ചേതൊക്കെ. ഓ, വെസ്പ വല്ല ഒരു പെണ്ണ്, നീ അത് കൊണ്ടുപോവാ. എന്തോ വണ്ടിയാ? 19. ഒരു കൺഫ്യൂഷൻ ആയിപ്പോ. KL 19 ബി ആണോ? എയും ബിയും അല്ല. ഓക്കെ, 2 തുടങ്ങുന്നത് നിങ്ങളുടെ വണ്ടി നമ്പർ 7 96 മറ്റേ വണ്ടിയുടെയോ? നമ്മുടെയോ? 95 77. രണ്ടും പെട്ടെന്ന് തെറ്റി. ഞാൻ ആദ്യം ഒരു 2 കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, US പോളോ ധരിക്കണം. ഇതിന്റെ പേര് വിമർശനമാക്കുന്നുണ്ട്. എന്റെ ബ്രാൻഡാ, അത് വേണം ഉപയോഗിച്ചാൽ. അത് അപ്പച്ചനിട്ടിരിക്കുന്നത് US പോളോ LP ആ ഇടുന്നത്. ഞാൻ ഇന്ന് ഈ ബ്രാൻഡ് കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഇതേടാ, എന്നോട് പറയാം എന്തോടാ അത്, എന്തോന്നാ ഡെക്കാത്തിലോട്ട് വരെ. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ വരെ എത്തി. അങ്ങനെ അല്ലാതെ അവിടെ ഇവിടെ ചേമ്പല തിന്നാനും കാപ്പയും കാച്ചിലും തിന്നാനും ഒന്നല്ല ഞാൻ പഠിപ്പിക്കുന്നു. കാപ്പക്കാർ, കാച്ചിലുകാർ, കാപ്പക്കാർ. കാപ്പ തിരുന്ന കുറെ എണ്ണം ഉണ്ടാകും. ഓടിക്കണമല്ല അതിന്.
ഞാൻ ആ കൂടെ വർഷങ്ങൾക്ക് ശേഷം കപ്പ കഴിച്ച അച്ഛൻ്റെ വീട്ടിൽ വന്നു. ഇങ്ങനെ കുറെ പ്രാസംഗികരുണ്ട്. ഓ സാറപ്പച്ചപ്പണ്ട് അരമുറുക്കി ആരും അരമുറുക്ക വെച്ച് പോടേ കൂട്ടാന്ന് വെച്ചാൽ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ആ കാലഘട്ടമേ അവസാനിച്ചു. കഴിഞ്ഞ് ഇനി തൂങ്ങിച്ചാക കഴിഞ്ഞല്ലോ, പരിപാടി ചാടിച്ചാക കഴിഞ്ഞല്ലോ. എഴുതിയിട്ടോ ഞാൻ ഈ പറയുന്നത്, നീ ഗതി പിടിക്കണമെങ്കിൽ ഇനി ഞാനൊന്ന് ആലോചിക്കണം. എഴുതിയിട്ടോ, പൂട്ടിയതാ. ഡോണ്ട് വറി, കഴിഞ്ഞത് കഴിഞ്ഞു, മാഞ്ഞു പോട്ടെ. ചോറ് വെച്ചിട്ടുണ്ട്? ഉണ്ട്. എന്തോ മീൻ കിട്ടി? ഒന്നുമില്ലയോ? പിന്നെ ഒരു ചട്ടി ഇരിക്കുന്നു അവിടെ. ചട്ടി എവിടെ ഇരിക്കുന്നു? ഒരു മിനിറ്റ്. മീൻകറി ചട്ടി ആയിരിക്കുന്നത്, അതിന്റെ മേലെ ഒരു അടപ്പും വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ശൂന്യതയാ, വെറുതെ അവിടെ എടുത്ത് വെച്ചു. കേരളത്തിൽ ഇന്ന് കള്ളപ്രവാചകന്മാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള പല രൂപത്തിലും ഭാവത്തിലുമുള്ള അഭിനവ പ്രവാചകന്മാരെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കർത്താവിനെ നാറ്റിക്കുവാൻ, വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ നാറിയ പ്രവാചകന്മാരെ കുറിച്ച് ശ്രീ റോണിക്ക് ചിലത് പറയുവാനുണ്ട്. സശ്രദ്ധം കേട്ടാലും. നിങ്ങൾക്കുമാകാം പ്രവാചകൻ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം, വിശുദ്ധ തിരുവചനം പഴയ നിയമ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകന്മാർ ജനങ്ങളെ തേടിപ്പോയിരുന്നു. കാരണം ദൈവം പ്രവാചകന്മാർ മുഖാന്തരമാണ് സംസാരിച്ചിരുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്കും രാജാക്കന്മാരിലേക്കും എത്തിക്കാനാണ് ദൈവം പ്രവാചകന്മാരെ നിയമിച്ചത്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ഇച്ഛയും ആജ്ഞകളും പ്രഖ്യാപിപ്പാൻ, ജനം ദൈവത്തെ വിട്ട് നടന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ പ്രവാചകന്മാർ നിയമിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് പ്രവാചകന്മാരെ തേടി ജനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ അടിമക്കുഞ്ഞാടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? പ്രവാചകനെ കൊണ്ട് പാസ്പോർട്ടിൽ വിസ അടിപ്പിക്കാൻ, ബാങ്ക് ചിട്ടി ഒഴിവാക്കാൻ, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ, പരീക്ഷകൾ ജയിക്കാൻ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ. അതുകൊണ്ട് പ്രവാചകന്മാരെ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്യുക, അവരുടെ പുറകെ ഓടുക. അത് കമോൺ എന്ന് പറയുന്ന കുട്ടിത്തേവാങ്ക് മുതൽ ലോട്ടറി കച്ചവടക്കാരെ പോലെ കടന്നു വരൂ എന്ന് അമറുന്ന കാട്ടുപോത്ത് പോലെ ഉള്ളവന്റെ പുറകെ വരെ അടിമക്കുഞ്ഞാടുകൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പബ്ലിസിറ്റി കൊണ്ട് മാത്രം കാശുണ്ടാക്കി ജീവിക്കുന്ന ഫോറൻസിക് പ്രവാചകന്മാരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് കാശിനു വേണ്ടി കപട ആത്മീയത കാണിച്ച് ദൈവത്തെ തൂക്കി വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കള്ളന്മാരെ പറ്റിയാണ് ഞാൻ എന്നും എതിർത്ത് സംസാരിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, യാതൊരു മാറ്റവുമില്ല. ഇന്ന് കപട ആത്മീയ മേഖലകളിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു പണിയാണ് പ്രവാചകൻ. ഏറ്റവും എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഇതിൻ്റെ കൂട്ടൊരു ജോലി ആത്മീയ മേഖലയിൽ വേറെയില്ല. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പ്രവാചകന്മാരാണ്. ഇതിൽ പേര് വിളിച്ച് പ്രവചിക്കുന്ന പാസ്റ്റർമാർക്കോ പ്രവാചകന്മാർക്കൊക്കെ കാശ് കൂടുതലാണ്, അവർക്ക് ഫാൻസും കൂടുതലാണ്. ഇന്ന് ഏത് ഗുണ്ടയ്ക്കും ആവാസനും പെണ്ണുപിടിയനും പ്രവചിക്കാം എന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടാ പ്രവാചകനായ ജിനോയും പെണ്ണുപിടിയനായ ടിജോയും എല്ലാവന്മാർ ഈ മേഖലയിലുണ്ട്. ഈ ഗുണ്ടാ പ്രവാചകന്റെ പൈശാചിക ആരാധനയിലാണ് മൊണ്ണക്കുഞ്ഞാടുകൾ തങ്ങളുടെ തുണികൾ പൊക്കിച്ചുരുട്ടി ആരാധിക്കുന്നത്. ബൈബിൾ എടുത്ത് പരിശോധിച്ച ബൈബിളിൽ കാണുന്ന ഏതെങ്കിലും പ്രവാചകന്മാരുമായിട്ടോ പ്രവചനമായിട്ടോ ഇവന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തട്ടിപ്പ് പ്രവചനത്തിലൂടെ കാശുണ്ടാക്കി US പോളോ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കള്ളപ്രവാചകനാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രോഫറ്റിക് സ്കൂൾ അല്ലെങ്കിൽ പ്രവചന സ്കൂൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമച്ചൻ പുനലൂരാണ് ഈ പ്രോഫറ്റിക് വർക്ക്ഷോപ്പും പ്രോഫറ്റിക് സ്കൂളും ഒക്കെ നടത്തുന്നത്.
ഇനിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കോളേജുകളിൽ വിട്ട് എഞ്ചിനീയറിങ്ങും നേഴ്സിങ്ങും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള പ്രവചന സ്കൂളിൽ വിട്ട് പ്രവാചകന്മാരാക്കി കാശുണ്ടാക്കാൻ പഠിക്കൂ. വിശുദ്ധ തിരുവചനം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ ഏത് പ്രവചന സ്കൂളിൽ പരിശീലനം നേടി ഇറങ്ങിയവരാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. പക്ഷേ ഇവന്മാരെ പോലെയുള്ള കള്ള ഫോറൻസിക് പ്രവാചകനാകണമെങ്കിൽ സാമച്ചന്റെ വിദഗ്ധമായ പരിശീലനം ആവശ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു ഫോറൻസിക് പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ടിപ്പുകളും ടെക്നിക്കുകളുമാണ്. ഒരു ന്യൂജൻ ഫോറൻസിക് പ്രവാചകനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപകരിക്കും. ഒന്നാമതായി, ഒരു തട്ടിപ്പ് ഫോറൻസിക് പ്രവാചകനാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഏത് കള്ളങ്ങളെയും സത്യമാക്കി അവതരിപ്പിക്കാനുള്ള കഴിവാണ്. ഈ വീഡിയോയിൽ കോട്ടയം ഡെവില്ലി ഫീസ്റ്റ് സയാമിസ് ഇരട്ടകളായ തങ്കപ്പനണ്ണനും തോമാച്ചൻ കൊച്ചേട്ടനും കൂടി 2019 ഡിസംബർ 31 നടത്തിയ ഒരു ന്യൂ ഇയർ പ്രവചനമാണ് നിങ്ങൾ കണ്ടത്. 2020 ഇവന്റെ സഭകളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ, അതായത് ഇവന്റെ സഭകളിൽ നിൽക്കാൻ പോലും ഇടമില്ലാതെ സഭകൾ നിറഞ്ഞു കവിയും എന്നുള്ളതാണ് ഇവൻ പ്രവചിച്ചത്. ഇത് കേട്ടാണ് അടിമക്കുഞ്ഞാടികൾ ആവേശത്തോടെ തുള്ളിച്ചാടിയത്. ഈ തങ്കപ്പനണ്ണനും തോമാച്ചൻ കൊച്ചാട്ടനും കൂടിയാണ് തട്ടിപ്പ് പ്രവാചകൻ സാമച്ചൻ പുനലൂരിന്റെ പ്രോഫറ്റിക് വർക്ക്ഷോപ്പിൽ അടിമക്കുഞ്ഞുങ്ങളെ പ്രവാചകന്മാരാക്കാൻ ഫീസ് മേടിച്ച് വിദഗ്ധ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2020 ഏറ്റ പണിയാണ് അടിമക്കുഞ്ഞാടികൾക്ക് കിട്ടിയത്. ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം 2020 എന്താണ് സംഭവിച്ചെന്നുള്ളത്. ലോകത്തിൽ എവിടെയും കോവിഡ് കാരണം ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്ന വർഷമാണ് 2020. കുറെ കള്ളന്മാർക്ക് കാശ് കൊടുത്ത് വളർത്താൻ നടക്കുന്ന നാണം കെട്ട കുറെ അടിമക്കുഞ്ഞാടികളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ആരെങ്കിലും ഇവന്മാരോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്രയും വലിയ കോവിഡ് തങ്കപ്പനണ്ണനും തോമാച്ചൻ കൊച്ചാട്ടനും എന്തേ പ്രവചിക്കാഞ്ഞത്? എന്തേ ചർച്ചകളെല്ലാം 2020 അടഞ്ഞു കിടന്നു? ഇവൻ്റെ കള്ളപ്രവചനം എന്തായിരുന്നു എന്നുള്ളത് ആരെങ്കിലും ഇവനോട് ചോദിച്ചു നോക്കിയോ? അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഗുണ്ടാ പ്രവാചകൻ പറയുന്നുണ്ട്, അവൻ പായിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം വന്ന് അവൻ്റെ മണ്ടയ്ക്കോ പിന്നാമ്പുറത്തോ എവിടെയോ തട്ടി ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ സഭയിലുള്ള ആരോ ഈ ഗുണ്ടാ പാസ്റ്റർ അറിയാതെ അവിടെ വരുന്ന മൊണ്ണക്കുഞ്ഞുങ്ങളെ ഫോൺ വിളിച്ച് കള്ളത്തരത്തിലുള്ള ദൂത് പറയുന്നു എന്ന്. അതുകൊണ്ട് ദൈവം പറഞ്ഞു അവന്മാർക്ക് വാണിംഗ് കൊടുക്കണം, അവന്മാരുടെ മേൽ ആക്ഷൻ എടുക്കണമെന്ന്. ഈ ഗുണ്ടാ പ്രവാചകന്റെ പറച്ചിൽ കേട്ട ദൈവം ഇവന്മാർക്ക് വേണ്ടി അടിമപ്പണി എടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്ന് നമുക്കിപ്പോൾ തോന്നിപ്പോകും. ദൈവം വന്ന് തങ്ങളുടെ ഗുണ്ടാപാസ്റ്ററിനെ വിളിച്ചുണർത്തി എന്നുള്ള കള്ളക്കഥ കേട്ട് ആത്മാവിൽ ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെ പറയുന്ന അടിമവിശ്വാസികളെയാണ് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഗുണ്ടാപാസ്റ്ററിനോട് ഒരു മൊണ്ണ അടിമവിശ്വാസിയും ചോദിച്ചില്ല, തട്ടി വിളിച്ചുണർത്തി ക്ലിയറായിട്ട് കാര്യം പറഞ്ഞ ദൈവം എന്തുകൊണ്ട് ഇവന്റെ കൂട്ടത്തിൽ നിന്ന് പണി കൊടുത്ത് ആ ഫോൺ വിളിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ള കാര്യം. മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇട്ടിരിക്കുന്ന ജട്ടിയുടെ നിറം മുതൽ മീൻകറി വെക്കുന്ന ചട്ടിയുടെ അകം വരെ പൊക്കി നോക്കി പ്രവചിക്കുന്ന ഈ കള്ളപ്രവാചകൻ ഇവൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇവന് പണി കൊടുത്ത ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തി ആരാണോ എന്നുള്ളത് എന്തേ കണ്ടുപിടിച്ചില്ല? ഇതുപോലെ തന്നെയായിരുന്നു കൊട്ടാരക്കരയിൽ മണ്ടയിൽ ഒന്നുമില്ലാത്ത കൊട്ടാരക്കര ടിൻറ്റുമോൻ ദൈവത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തപ്പോൾ മൊണ്ണക്കുഞ്ഞാടുകൾ ഹല്ലേലൂയായും ആമീനും സ്തോത്രവും പറഞ്ഞ് തുള്ളിച്ചാടിയത്. അതുകൊണ്ട് ഏത് കള്ളങ്ങളെയും സത്യമാക്കി അവതരിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. രണ്ടാമതായി, ഒരു ന്യൂജൻ പ്രവാചകനാകണമെങ്കിൽ ഒരു കാരണവശാലും തിരുവചനം പഠിക്കരുത്, പ്രത്യേകിച്ച് പുതിയ നിയമം. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്താലേ പാപം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പുതിയ നിയമത്തിൽ സ്ത്രീയെ വികാരപരമായി നോക്കിയാൽ പോലും കണ്ണ് ചൂന്നെടുത്ത് കളയേണ്ടി വരും. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലാണെങ്കിൽ പക്ഷെ പുതിയ നിയമത്തിൽ വന്നാൽ മറുകർണം കൂടെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും പുതിയ നിയമം പ്രസംഗ വിഷയമാക്കരുത്. അതുപോലെ തന്നെ ബൈബിൾ പൂർണ്ണമായി പഠിക്കാൻ പാടില്ല. ബൈബിൾ പഠിക്കേണ്ട ആവശ്യമില്ല. അഥവാ ബൈബിൾ പഠിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പണി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമ്പോൾ പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് മോശയുടെ വടി, ശിംശോന്റെ മുടി, ദാവീദിന്റെ കല്ല്, കവിണ കിന്നരം, നോഹയുടെ പെട്ടകം, പിച്ചള സർപ്പം, ഏലിയാവിന്റെ പുതപ്പ്, ഗിദെയോന്റെ മുന്തിരിച്ചക്ക്, സാറാഫാത്തിലെ വിധവയുടെ അട, ഇതൊക്കെ ആയിരിക്കണം പ്രസംഗ വിഷയങ്ങൾ. പ്രസംഗിക്കുമ്പോൾ മൊണ്ണക്കുഞ്ഞാണ്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് വടിയുടെ വണ്ണവും മുടിയുടെ നീളവും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ സാറാഫാത്തിലെ വിധവയുടെ അടയുടെ കാര്യം പറയുമ്പോൾ ശകലം കൂട്ടി പറഞ്ഞു. ഇത് കേട്ട ആവേശം മൂത്ത അടിമ സഹോദരിമാർ കഴുത്തിലെ മിന്നും അരയിലെ അരിഞ്ഞാണവും കാലിലെ കൊലുസും വരെ ഊരിയിട്ട് തന്നിട്ട് പോണം.
ഒരിക്കലും മൊണ്ണക്കുഞ്ഞാടികൾക്ക് പാപബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യവും സംസാരിക്കരുത്. നരകത്തെക്കുറിച്ച് ഒരു കാരണവശാലും അവരെ ബോധവാന്മാരാക്കരുത്. മരണത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. ഇങ്ങനെ പല പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും കേട്ടോ. മൂന്നാമതായി, ദാരിദ്ര്യം ഒരു കാരണവശാലും സംസാരിക്കരുത്. അംബാനി, അദാനി തുടങ്ങിയ വലിയ സമ്പന്നന്മാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അത് കുഞ്ഞാടുകൾക്ക് ആവേശം പകരും. ദാരിദ്ര്യം ശാപമാണെന്നവരെ പറഞ്ഞു പഠിപ്പിക്കണം. സജി പഠിപ്പിക്കുന്ന പോലെ പട്ടി നക്കിയ ലാസറിന്റെ പോലെയല്ല ജീവിക്കേണ്ടതെന്ന് അവരെ ഓർമ്മപ്പെടുത്തണം. ശതകോടികൾ, വില കൂടിയ വീടുകൾ, കാറുകൾ, ആഭരണങ്ങൾ സ്വപ്നം കണ്ടുറങ്ങാനായിട്ട് അവരെ ശീലിപ്പിക്കണം. അതുകൊണ്ടാണ് ഗുണ്ടാപ്രവാചകൻ കപ്പയും കാച്ചിലും തിന്നുന്നവരെ പുച്ഛിക്കുന്നത്. ചെണ്ടമുറിയൻ കപ്പയും കാന്താരിയും കഴിച്ച് ജീവിച്ചവനൊക്കെ പ്രവാചകനായി കഴിഞ്ഞാൽ കപ്പയോടും കാച്ചിലിനോടും പുച്ഛം. പിന്നെ അവനെയൊക്കെ താരുവിൻ്റെ സ്വർഗീയ ഭോജനമായ KFC ചിക്കനും മക്ഡൊണാൾഡ്സും അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ആൽഫ്രഡോയും നമ്മുടെ ഷെഫ് വിളയുടെ ഫിഷ് നിർവ്വാണയൊക്കെ കൊടുത്ത് വേണം ഇനി മൊണ്ണക്കുഞ്ഞാടുകൾ പരിപോഷിപ്പിക്കേണ്ടത്. ഇവന്മാരും ഇവരുടെ വീട്ടുകാരും US പോളോയെ ഇടുകയുള്ളൂ. അത് ഇവന്മാർ മാത്രമല്ല, കർത്താവിനെ തൂക്കി വിറ്റ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പാസ്റ്റർമാരും പ്രവാചകന്മാരും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളും പാൻറ്റുകളും ഷൂസുകളുമാണ് ഉപയോഗിക്കുന്നത്. വഴിയോരങ്ങളിൽ 100 രൂപയ്ക്ക് 3 ഷർട്ടുകൾ മേടിച്ചിട്ടിരുന്ന കാലഘട്ടം ഇവരുടെ ഓർമ്മകൾ ഇപ്പോൾ കാണത്തില്ല. അതുകൊണ്ടാണ് ഈ ഗുണ്ടാപ്രവാചകൻ ദാരിദ്ര്യം കൊണ്ട് അരമുറുക്കി ജീവിച്ച സത്യസന്ധരായിട്ടുള്ള സുവിശേഷന്മാരോട് പോയി തൂങ്ങിച്ചാകാനും ചാടിച്ചാകാനും പറയുന്നത്. നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബുദ്ധിപരമായി ചിന്തിക്കാൻ ഒരു മൊണ്ണക്കുഞ്ഞാടുകളെയും അനുവദിക്കരുത്. ഒരു കാരണവശാലും അവരുടെ തലച്ചോർ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. തലച്ചോറ് പ്രവർത്തിച്ചാൽ കുഴപ്പമാണ്. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന സഹായികളടക്കം വന്നു കയറുന്ന മൊണ്ണക്കുഞ്ഞുങ്ങൾ വരെയുള്ളവരുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ അനുവദിക്കരുത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ്. പക്ഷേ അടൂരെ കള്ളപ്രവാചകൻ പറയുന്നത് ഹോളിൽ കയറുമ്പോൾ ബുദ്ധി ഓഫ് ചെയ്യണമെന്നാണ്. അടിമക്കുഞ്ഞാടുകൾ പറയുന്നത് യേശുക്രിസ്തു അങ്ങനെ വല്ലതുമൊക്കെ പറയും, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിഷക്തം പറയുന്നതാണ് കാര്യം. അതുകൊണ്ടാണ് മൊണ്ണക്കുഞ്ഞാടുകൾ പറയുന്നത് അഭിഷക്തന്മാരെയും അപ്പോസ്തലന്മാരെയും ചോദ്യം ചെയ്യാൻ പാടില്ല. അവരെന്താണോ പറയുന്നത് അതാണ് ഞങ്ങളുടെ ശരി. അഞ്ചാമതായി, പ്രവചിക്കുമ്പോൾ കൂടുതലും ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. അടിമകളെ കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം പറയിപ്പിക്കണം. ഒരു കാര്യത്തിനും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഉറപ്പിച്ചും വ്യക്തമായും പറയരുത്. ഉണ്ടോ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കാവുള്ളൂ. പിന്നെ ഒരു ഉറപ്പുമില്ലെങ്കിൽ ഉണ്ടില്ലേ എന്നങ്ങ് ചോദിച്ചോളുക. പിന്നെ ഈ മൊണ്ണ അടിമ വിശ്വാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതങ്ങൾ കണ്ടാൽ മതി, അവർ നമ്മളെ ദൈവമാക്കി പിന്നെ മാറ്റിക്കോളും. അതുകൊണ്ടായിരുന്നു പണ്ട് മാജിക്ക് കാണിക്കുന്നവർ കൺകെട്ട് വിദ്യയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ പേര് നടന്നത്. നമ്മുടെ കണ്ണ് കെട്ടിയാണ് ഇവരതൊക്കെ കാണിക്കുന്നതെന്നാണ് കുറച്ച് ആൾക്കാർ അന്ന് പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ മാജിക്ക് പഠിച്ച അല്ലെങ്കിൽ മാജിക്ക് പരിശീലനം നേടിയ ആൾക്കാർക്കറിയാൻ കൺകെട്ടല്ല കൈയടക്കമാണ് അതിലുള്ളത് എന്നുള്ളത്. കൈയുടെ സ്പീഡും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ട്രിക്കും വായിലെ നാക്കുമാണ് മാജിക് എന്നുള്ളത് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഫോറൻസിക് പ്രവചനത്തിന് നമ്മുടെ സഹായത്തിനായിട്ട് ഒരു 5-6 സഹായികളെ വെച്ചിരിക്കണം. വന്നു കയറുന്ന വണ്ടികളുടെ രജിസ്ട്രേഷൻ അടക്കം മാർക്ക് ചെയ്ത് ഓൺലൈനിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് നമ്മൾ ആൾക്കാരെ നിയോഗിച്ചിരിക്കണം. പ്രാർത്ഥിക്കാൻ വരുന്ന അടിമ മൊണ്ണ വിശ്വാസികൾക്ക് ഒരിക്കലും മനസ്സിലാകരുത് ഇവർ നമ്മുടെ ആൾക്കാരാണെന്നുള്ളത്. അതുകൊണ്ട് ഈ നമ്മൾ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ വേണം ഈ അടിമ മൊണ്ണ കുഞ്ഞാടുകളുടെ കൂടെ നിന്നിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവരുടെ മാക്സിമം ഡീറ്റെയിലുകൾ പിടിച്ചെടുത്തിരിക്കണം. ഇന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉള്ളതുകൊണ്ടൊക്കെ പ്രവചന പരിപാടി ഏറ്റവും ഈസിയാണ്. അതായത് മൊണ്ണക്കുഞ്ഞാടുകളുടെ A to Z കാര്യങ്ങൾ അതിനകത്തൂടെ നമുക്കറിയാം. പക്ഷേ അഥവാ സോഷ്യൽ മീഡിയയിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിൽ ഒരു പ്രെയർ ലൈൻ അങ്ങ് ഓപ്പൺ ചെയ്തിട്ടേക്കുക. ഈ പ്രെയർ ലൈൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കൗശലക്കാരിയായ 1-2 സ്ത്രീകളെ വേണം നമ്മൾ ഇത് ഏൽപ്പിക്കാനായിട്ട്. ഈ മൊണ്ണക്കുഞ്ഞാടുകളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അടക്കം പാൻ കാർഡിൻ്റെ വിവരങ്ങൾ വരെ മൊത്തം ചെകഞ്ഞ് പുറത്തിടാൻ കഴിവുള്ള സ്ത്രീകളെ വേണം നമ്മളിത് നിയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫോറൻസിക് പ്രവചനത്തിന് ഒരു 3-4 സെൽഫോണുകൾ ആവശ്യമാണ്. അതിൽ ഗൂഗിൾ എർത്ത്, ഗൂഗിൾ മാപ്പ് നിശ്ചയമായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കൂടെ ട്രൂ കോളറും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഗൂഗിൾ എർത്ത് ഉണ്ടെങ്കിൽ ഈ മൊണ്ണ അടിമ വിശ്വാസികളുടെ വീടിൻ്റെ പെയിൻറ്റും പോകുന്ന വഴിയും ബസ് സ്റ്റാൻഡുകളും പെട്ടിക്കടകളും എല്ലാം നോക്കി ഫോറൻസിക് പ്രവചനങ്ങൾ നടത്താൻ പറ്റും. ഗൂഗിൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് വേദപുസ്തകം തൂക്കി നടക്കുന്ന പല കള്ളപ്രവാചകന്മാരും പഴയ ഗുണ്ടാപ്പണിക്ക് പോകേണ്ടി വന്നേനമായിരുന്നു. ഇനിയും ഞാൻ പറയാൻ പോകുന്ന ചില ബോണസ് ടിപ്പുകളാണ്. ഒരു ന്യൂജൻ ഫോറൻസിക് പ്രവാചകൻ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ടിപ്പുകൾ ഉപകാരപ്പെടും. അതായത് നിങ്ങൾ ഈ മെൻ്റലിസത്തിൻ്റെ കോൾഡ് റീഡിംഗ് ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ പെട്ടിയിലോട്ട് വീഴുന്ന കാശുകളുടെ എണ്ണം കൂടും. അതായത് വരുന്ന ആൾക്കാരുടെ വസ്ത്രധാരണം, പ്രായം, അവരുടെ മാനറിസം തുടങ്ങിയവ നിരീക്ഷിച്ച്
അവരെ റീഡ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് കോൾഡ് റീഡിങ്. അതുകൊണ്ട് ആ ടെക്നിക്കുകൾ നിങ്ങൾ പരിശീലിക്കണം. അതുപോലെ തന്നെ KL1 തിരുവനന്തപുരം മുതൽ KL79 കാസർഗോഡ് വരെയുള്ള രജിസ്ട്രേഷൻ നമ്പറുകൾ പഠിച്ചു വെച്ചാൽ വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കിട്ടി ബാക്കിയുള്ള നമ്പർ കൂടി കൂടെ നിൽക്കുന്ന വേട്ടാവളിയന്മാർ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രവചിക്കാൻ നിൽക്കരുത്, വെറുതെ മാവിലെറിയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഗുണ്ടാ പ്രവാചകൻ KL19 പ്രവചിച്ച ശേഷം പിന്നെ കിടന്ന് ഉരുളേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെയൊക്കെ കൈവിട്ടു പോയാൽ സാമച്ചൻ്റെ പ്രോഫറ്റിക് സ്കൂളിന് പിടിച്ചു നിർത്താൻ കഴിയില്ല. എനിക്കുള്ള അടുത്ത ചോദ്യം ഈ മൊണ്ണ അടിമ വിശ്വാസികളിൽ പെടുന്ന ചില പെന്തക്കോസ്ത് അമ്മമ്മമാരോടാണ്. അവർ ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ ഞങ്ങളുടെ അഭിഷക്തനെ വിധിക്കരുത്, ഞങ്ങളുടെ പ്രവാചകനെ വിധിക്കരുത്, ഞങ്ങളുടെ അപ്പോസ്തോലിനെ വിധിക്കരുത്. എനിക്ക് ചോദിക്കാനുള്ള ഈ അമ്മമ്മമാരോടാണ്. കേരളത്തിൽ ഒരു ഓക്കിക്കൊടുങ്കാറ്റടിച്ചു, 2 വെള്ളപ്പൊക്കം വന്നു, നിപ്പ വന്നു, കൊറോണ വന്നു, വയനാട് ദുരന്തം വന്നു. നിങ്ങളുടെ പ്രവാചകന്മാർ ഇതൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളുടെ അഭിഷക്തന്മാർ ഇതൊന്നും കേട്ടില്ലേ? ഇവന്മാരൊക്കെ എവിടെയായിരുന്നു? ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പലപ്പോഴും പ്രവാചകന്മാർ മുഖാന്തരമാണ് ദേശത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ, ശിക്ഷകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഇവയൊക്കെ നൽകിയിരുന്നു. യിരെമ്യാ പ്രവാചകനെക്കാട്ടിലും ആമോസ് പ്രവാചകനെക്കാട്ടിലും യോനാ പ്രവാചകനെക്കാട്ടിലും വലിയ ഫോറൻസിക് പ്രവാചകന്മാരായ നിങ്ങളുടെ പ്രവാചകന്മാർക്ക് എന്തേ ഇതൊക്കെ പ്രവചിക്കാൻ കഴിയാതെ പോയി? പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്കുള്ള പ്രാധാന്യം പുതിയ നിയമ കാലഘട്ടത്തിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അതിൽ പ്രവാചകന്മാരുടെ പ്രാധാന്യം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഏകമധ്യസ്ഥനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് പ്രവാചകന്മാരെന്നുള്ള ഒരു ഇടനിലക്കാരുടെ ആവശ്യം ഇന്നെന്താണ്? പ്രവാചകന്മാരുടെ പുറകെ ഓടുന്ന അടിമവിശ്വാസികളെ നോക്കിയാൽ അറിയാം അവർക്ക് ദൈവത്തിൽ യാതൊരു വിശ്വാസവുമില്ല എന്നുള്ളത്. കാരണം ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫോറൻസിക് കള്ളപ്രവാചകന്മാരുടെ പുറകെ ഓടേണ്ടി വല്ല കാര്യമുണ്ടോ? സ്വന്തം വീടിൻ്റെ പെയിൻറ്, മേൽക്കൂര, വീടിൻ്റെ ചുറ്റുമുള്ള റബ്ബറും തോട്ടം ഇവയൊക്കെ കാശ് കൊടുത്ത് പ്രവാചകനിലൂടെ കേൾക്കാൻ പോകുന്ന മൊണ്ണവിശ്വാസികൾ നമ്മുടെ നാട്ടിലേ കാണും. മാങ്ങ കിടക്കുന്ന മാവിലേക്ക് പ്രവാചകൻ കുറേ കല്ലുകൾ വാരിയേറി. ഇതിലേതെങ്കിലുമൊക്കെ 1 or 2 വീഴും. അതെടുത്ത് യൂട്യൂബിൽ കൊടുക്കും. അതിൻ്റെ പുറകെ അടിമക്കുഞ്ഞാടുകൾ ഓട്ടം തുടങ്ങും. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് വിശുദ്ധ തിരുവചനം പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവേ. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്യുകയും. അപ്പോൾ ചിലർ ചോദിക്കും, ഇവർ എങ്ങനെയാണ് കള്ളപ്രവാചകനാണോ എന്ന് അറിയുന്നത്? അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുക. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവർ ലൗകികന്മാരായാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. കാരണം അവർ ഈ ലോകത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ചും സമ്മനതയെക്കുറിച്ചാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്കും കേൾക്കേണ്ടത്, അതാണ് നിങ്ങൾക്കിപ്പം വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.